അപ്പോഴേ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഇല പരിചയപ്പെടുത്തി തരാം കേട്ടാ. ഇതാണ് സാധനം. ഇത് ഞങ്ങളുടെ കണ്ണൂരൊക്കെ ഇതിന് കൊടുൂത്ത എന്ന് പറയും. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടണേ. ഇതിനെ കൊണ്ട് നമുക്ക് ഒരു വറവുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇത്രയും അരിഞ്ഞിട്ടുണ്ട്. ഇത് ദേഹത്ത് മുട്ടിയാൽ ഭയങ്കരമായിട്ട് ചൊറിയും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അരിഞ്ഞാൻ പോയത്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനെ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പൂക്കളും മോശമായ ഇലയെല്ലാം പറിച്ച് കളഞ്ഞ് നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തിടണം. നമ്മൾ ഈ കുമ്പളത്തിൻ ചപ്പ് പൊട്ടിച്ചിടുന്ന പോലെ പൊട്ടിച്ചിട്ടാൽ മതി. ചൊറിയുന്നത് കൊണ്ടാണ് ഞാനിത് കത്രിക വെച്ച് ചെയ്യുന്നത്. പിന്നെ പ്ലാസ്റ്റിക് കൂടോ അല്ലെങ്കിൽ പിന്നെ ഉറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കാരണം ഇലക്കറികളെല്ലാം വെക്കുമ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടണം. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മളിതിനെ സ്റ്റൗവിലേക്ക് ഇടാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. എന്നിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. നമ്മളെ വറവിട റെഡി ആയിട്ടുണ്ട്. ഇത് മുറിക്കുമ്പം ചൊറിഞ്ഞാലും നമുക്കിത് കൂട്ടുമ്പം ചൊറിയില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഗുണകരമാണ്. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ ശകലം വെളിച്ചെണ്ണയും കൂടെ നനച്ച് കഴിഞ്ഞാൽ നമ്മൾ വറവിട റെഡിയായി. ഇത് ഒരുപാടുണ്ടാവും വെക്കുന്ന സമയത്ത്, പക്ഷെ നമ്മളിത് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.